ഇത് നമ്മൾ വർക്കൗട്ടിൻ്റെ ഫസ്റ്റ് ഡേ ട്രൈ ചെയ്തതിൻ്റെ പുഷപ്പിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു ക്ലിപ്പാണ് ഈ കാണുന്നത്. അന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, കഷ്ടിച്ച് 2-3 എണ്ണം കണ്ടി. അത് ഹാർഡ് വർക്കിൻ്റെ അങ്ങ് അറ്റം ചെയ്തിട്ട് ഞാനിന്ന് ഈ ലെവലിലോട്ട് വന്നിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ മനു മന്ദഹാസ്. ഇന്നപ്പോൾ എൻ്റെ ഫുൾ ബോഡി ട്രാൻസ്ഫോർമേഷൻ സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് വാമപ്പിൻ്റെ 3rd ഡേ ആയപ്പോൾ നിങ്ങൾ കണ്ടതാണ്. ഫസ്റ്റ് ഡേയിൽ എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. സെക്കൻഡ് ഡേ ആയപ്പോൾ എനിക്ക് പുഷപ്പൊക്കെ അത്യാവശ്യം ഇമ്പ്രൂവ് ആയി. പുഷപ്പ് ഇത്രയും ചെയ്ത് ഇനിയിപ്പോൾ അങ്ങോട്ടൊരു കുറച്ച് ദിവസത്തേക്ക് വാമപ്പ് ആയിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ എന്തായാലും ഈ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരും. പുള്ളപ്പ്, പുഷപ്പ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരും. അതിൻ്റെ ചലഞ്ചായിട്ട് തന്നെ ഞാൻ ചെയ്യും. പിന്നെ നമുക്ക് ഇനി ഏറ്റവും വലിയൊരു ടാസ്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ ബോഡിക്ക് വേണ്ട ഡയറ്റ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനിപ്പോൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം. അതെന്തൊക്കെയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ജങ്ക് ഫുഡുകൾ. ഞാൻ സ്ഥിരം ഇപ്പോൾ ജങ്ക് ഫുഡ്, ഹോട്ടൽ ഫുഡ്സ് ആണ് കൂടുതലും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ബിരിയാണി, മന്തി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ സ്ഥിരം അത് കഴിച്ചുകൊണ്ടിരിക്കും. വീട്ടിൽ നിന്നുള്ള ഫുഡ് കഴിപ്പൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇനി ഞാൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്വീറ്റ്സ് നന്നായിട്ട് കഴിക്കും. കൂൾ ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കക്കോള അങ്ങനത്തെ കുറേ സോഫ്റ്റ് ഡ്രിങ്ക്സ് സ്ഥിരം മിക്കപ്പോഴും കുടിക്കുന്ന പരിപാടിയുണ്ട്. ദാഹം വന്നു കഴിഞ്ഞാൽ സാധാ വെള്ളം കുടിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ വക കൂൾ ഡ്രിങ്ക്സ് ആയിരിക്കും ഞാൻ കൂടുതൽ കുടിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു 10 ഇല്ല ഒരു 15 ദിവസത്തേക്ക് ഒരു ചലഞ്ചാണ് എനിക്ക് ഏറ്റവും വലിയ ചലഞ്ചാണ് അത്. കാരണം അത് ഇത്രയും കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്നെ സംബന്ധിച്ച് നല്ല പാടാണ്. സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ആ ടേസ്റ്റ് എല്ലാം പിടിച്ച് ഞാൻ ഇനി ഒന്ന് കൺട്രോളിലേക്ക് വരുവാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നമ്മൾ എനിക്ക് വേണ്ട ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ടൊന്ന് കഴിക്കുന്ന രീതിയിലൊന്ന് കൺട്രോളിങ് ആണ് ഇപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതൊരു 10 ദിവസം ഇല്ല ഒരു 15 ദിവസത്തേക്ക് അത് കാണും. അത് കഴിഞ്ഞിട്ടേ ഞാൻ എൻ്റെ അടുത്ത ഡയറ്റിലോട്ട് പോകത്തുള്ളൂ. കാരണം ഫസ്റ്റ് ഈ ഒരു കാര്യം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്തൊരു വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഡയറ്റ് ചിലപ്പോൾ ക്രാഷ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളായാലും ഇപ്പോൾ ഒരു ഡയറ്റ്, ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്തടിച്ചുകൊണ്ട് ഒരു ഡയറ്റ് ചെയ്യാതെ ഒരു ഫുഡ് കൺട്രോൾ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് മുമ്പോട്ട് പോയാൽ എന്താ പറയണ്ടത്, നമുക്ക് ലോങ് ടൈം ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, ഇങ്ങനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഫുഡ് കൺട്രോൾ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള പ്ലാനിലാണ്. അപ്പം ഇനിയും വരുന്ന വീഡിയോകളിൽ ഇനി എൻ്റെ ഡയറ്റിനെ ബേസ് ചെയ്തുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. ഫുഡ് എന്തൊക്കെയാണ് ഞാൻ കൺട്രോൾ ചെയ്യുന്നത്, ഞാൻ എങ്ങനെയൊക്കെയാണ് വീട്ടിലുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെയാണ് ഇപ്പോൾ പ്ലാനിങ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ റൈസ് ഐറ്റംസ് ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. കൂടുതലും വീട്ടിൽ നിന്ന് അഥവാ കഴിക്കുവാണെങ്കിൽ തന്നെ 3 നേരം ചോറായിരിക്കും കഴിക്കുന്നത്. ഇല്ലാതെ ഹോട്ടലിൽ നിന്നാണ് ഞാൻ മന്തി, ബിരിയാണി ആണ് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ഫുഡ്. അത് ഇല്ലെങ്കിൽ വൈകുന്നേരം ആയിരിക്കും ഞാൻ കൂടുതൽ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നത്. അത് പൊറോട്ട, ഇറച്ചി അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. അപ്പോൾ ആ സാധനങ്ങളെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നുള്ള ഫുഡിൽ എടുത്തടിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, എടുത്തടിച്ചുകൊണ്ട് ഒറ്റയടിക്ക് ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ ഹോട്ടൽ ഫുഡ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞാൻ വീട്ടിലേക്കുള്ള ഫുഡിലോട്ട് മാറുകയാണ്. അതിലാണ് ഞാനിപ്പോൾ കൺട്രോളിങ് നമ്പർ 1 ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ ഫുഡൊക്കെ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് ഞാൻ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്, എനിക്ക് വേണ്ട ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പം ഇനിയുള്ള വീഡിയോകളിൽ നമ്മുടെ ഡയറ്റിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. വളരെ ബേസിക് ആയിട്ടുള്ളിടം തൊട്ടായിരിക്കും ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനു മുമ്പുള്ള വീഡിയോകളിലെല്ലാം എനിക്ക് വളരെ വിലപ്പെട്ട നിങ്ങളുടെ കമൻറ്റുകളും സപ്പോർട്ടീവ് കമൻറ്റുകളും ഇനിയും എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള പല അഭിപ്രായങ്ങളും എനിക്ക് കോളുകളും കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ വീഡിയോ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.